1, 2, 3, 4, 5 പേരെഴുതി. അവർക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം എത്രയാണ് എന്ന് എഴുതുക. നമുക്കറിയാലോ നമ്മുടെ പേഴ്സണൽ സർക്കിളിൽ നിൽക്കുന്നവർക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടുക. 5 സുഹൃത്തുക്കളുടെ പേര്, അവരുടെ മാസ വരുമാനം, അതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 5. 2025 അടുത്ത വർഷം ജനുവരി മാസം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന വരുമാനമാണ് ആ എഴുതി വച്ചിരിക്കുന്നത്. ആ പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്ന 5 കാലന്മാർ കാരണമാണ്. കണ്ടാ പോലും മിണ്ടരുത് ഇവരോട്. ഇവന്മാരൊട്ട് രക്ഷപ്പെടത്തുമില്ല, നമ്മളെ ഒട്ട് രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. മിണ്ടരുത് അവരോട്. ഇവരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു. ബിക്കോസ് വി ആർ ആൻ ആവറേജ് ഓഫ് 5 people closely associated with us. കള്ളം എഴുതരുത്. സത്യസന്ധമായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ലൈഫിൽ യഥാർത്ഥ പ്രശ്നം ആ 5 പേരാണ്. അവർക്ക് തോന്നണം അവരുടെ കൂടെ കൂട്ടാൻ പറ്റിയ ആളാണ് എന്ന്. അതിനെന്ത് വേണം? സ്കില്ല് വേണം. എന്നെ എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകാർ കൂടെ കൂട്ടിയേ? എനിക്ക് സെയിൽസ് സ്കില്ലുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് പുതിയൊരു 5 പേരുമായിട്ടായിരിക്കണം. ഇപ്പൊ കിട്ടിയ എമൗണ്ട് ആവറേജ് 1 ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ബിലോ ആവറേജ് പീപ്പിൾ. ഇതാണ് യഥാർത്ഥ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്. റേഷൻ കാർഡൊക്കെ ഈ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക. കൂട്ടുകാരെ നോക്കിയിട്ട് വേണം റേഷൻ കാർഡിൻ്റെ മഞ്ഞയാണോ നീലയാണോ പച്ചയാണോ എന്നൊക്കെ തീരുമാനിക്കാൻ. 1 ലക്ഷത്തിന് താഴെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എങ്കിൽ യു ആർ കൺസിഡേർഡ് ബിലോ ആവറേജ് പീപ്പിൾ. എന്താണെന്നറിയുമോ? എപ്പോ നിങ്ങൾ 5 പേരോട് ഒത്തുകൂടിയാലും നിങ്ങൾ സംസാരിക്കുന്നത് മറ്റു വ്യക്തികളെ കുറിച്ചായിരിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ കൊതിയുന്നുണ്ട്. 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്കാണ് അത് കിട്ടിയിരിക്കുന്നത് എങ്കിൽ യു ആർ ആവറേജ് പീപ്പിൾ. ഇപ്പൊ തിരുത്തി എഴുതിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അന്നേരം ഉള്ളത് എഴുതി, ഇനി തിരുത്തണ്ട. ആവറേജ് പീപ്പിൾ ഇവർ ഒത്തുകൂടുന്ന സമയത്ത് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഒബ്ജക്ട്സ്, വസ്തുക്കളെ കുറിച്ച്. പുതിയ കാറ്, പുതിയ സിനിമ, പുതിയ വീട്, പുതിയ ഒബ്ജക്ട്സിനെ കുറിച്ച് സംസാരിക്കും. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3 lakh, 3 lakhന് മുകളിലാണ് എങ്കിൽ വെൻ യു ഗെറ്റ് ടുഗദർ യു വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഐഡിയാസ് ആൻഡ് വെൽത്ത്. സമ്പത്തിനെ കുറിച്ചും ഐഡിയാസിനെ കുറിച്ചും ആയിരിക്കും നിങ്ങൾ സംസാരിക്കും. കുറച്ച് വെച്ച ഇവന്മാര് വന്ന് ഇത് ജോയിൻ ചെയ്യും. ഇവന്മാര് വരാതിരിക്കാനാണ് ഇവിടുത്തെ എൻട്രി ഫീ ഇത്രയും കൂട്ടി വെച്ചേക്കുന്നത്. മനസ്സിലായോ സാറേ? അപ്പോ ഈ കാറ്റഗറി ആയിട്ട് സഹകരിച്ചാൽ നമ്മളും ഈ കാറ്റഗറി ആകും.